ഉടമ്പടിയല്ലേ, ദൈവത്തോടല്ലേ ചെയ്യണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യണ കാലത്ത് ഉടമ്പടി ചെയ്യാൻ അർഹതയില്ലാത്തവരാണെന്ന് ഓർത്തേക്കണം. ദൈവത്തോട് ഉടമ്പടി ചെയ്യണമെങ്കിൽ ദൈവത്തോട് ദൈവിക സ്വഭാവമുള്ളവർക്കേ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തോടല്ല ഉടമ്പടി ചെയ്യണത്. ചെകുത്താനും ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ദൈവ സ്വഭാവം വേണം ഇതിൻ്റെ അകത്ത്. അതാണ് 2 പത്രോസ് 1:4 പറയണത്. ആ ദൈവസ്വഭാവം ഒന്നിനു വായിച്ചേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവസ്വഭാവത്തെ കുറിച്ച് ഒന്നൊരു പറഞ്ഞേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. അപ്പൊ ഈ ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി ചെയ്യണ സമയത്ത് നിങ്ങൾ ഒരു ലോകത്തനമല്ലായിരിക്കും. ഈ ഉടമ്പടി ക്രിസ്തുവിൽ ഒരു വ്യക്തി വളരുന്നതിന് വേണ്ട പ്രോസസ്സിങ്ങിൻ്റെ വിഷയമാണ്. മരമറിയാതെ ഒന്നും കൊടിയിടരുത്. ഞാൻ നിങ്ങളുടെ അടുക്കൊന്നും ഒളിച്ചോട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് ക്രിസ്തുവിൽ വളരാൻ വേണ്ടിയുള്ള സംവിധാനമാണിത്. അതായത് എന്നിട്ട് ദൈവിക സ്വഭാവത്തിലേക്ക് വ്യക്തി വരണം പതുക്കെ. അല്ല നിങ്ങളിങ്ങനെ ലോകത്തന്മാരെ പോലെ ജീവിച്ച് പണ്ടത്തെ തട്ടിപ്പും വെട്ടിപ്പും ആൾക്കാരുടെ കടുത്തേക്ക് ഏറ്റവും തോന്നിവാസമൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് ഏതെങ്കിലും ഇങ്ങനെ ഉടമ്പടി വന്ന് ഈ പപ്പങ്ങ കുത്തിയിടുന്ന പോലെ അനുഗ്രഹം കുത്തിയിടാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അതിൽ ഓരോ അടിക്കടി ഉടമ്പടി പുതുക്കുമ്പോഴും ഈ വ്യക്തി ദൈവിക സ്വഭാവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കണം. ദൈവിക സ്വഭാവത്തിൽ പങ്കെടുക്കുന്നതനുസരിച്ച് നമുക്കറിയാൻ പറ്റും. എങ്ങനെ വരാൻ പറ്റും? അധികാരം വർദ്ധിക്കും. ഒരു വ്യക്തി ദൈവിക സ്വഭാവത്തിലാണ് പോകണമെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് അധികാരം വർദ്ധിക്കും. എന്തധികാരമാണ്? അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? A+ ധിക്കാരമല്ല കേട്ടാ. അധികാരം പണ്ട് പിരിച്ചെഴുതി പറയത്തില്ലേ, A+ ധിക്കാരം, അധികാരം അതല്ല, ധിക്കാരമല്ല. അധികാരം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ദൈവവുമായിട്ടുള്ള ബന്ധം. ഇപ്പം തന്നെ ഞാൻ ആ ചേർത്തുള്ള കാര്യം പറഞ്ഞില്ലേ, ഈ പ്രേക്ഷിത പത്രം കൊടുക്കാൻ തന്നെ പ്രേക്ഷിതയും ഈ സ്ത്രീ ഗർഭിണിയായി അബോർട്ട് ചെയ്യാമെന്ന് നിൽക്കുന്ന സ്ത്രീയും തമ്മിലൊരു ബന്ധമില്ല. ഫസ്റ്റ് ടൈം കാണുകയാണ്. പക്ഷെ കർത്താവ് അവളോട് പറഞ്ഞു, നീ ഇവളോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രേക്ഷിത ചോദിച്ചു, മകളെ നീ എന്താ ഇവിടെ വന്നത്? അപ്പോൾ അവർ പരിങ്ങലിലായി. ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കി. ആൻറ്റി തെക്കും ചാരി നിൽക്കുക, അങ്ങോട്ടത്തൊക്കെ നിൽക്കുകയാണ്. അവർ പണിക്ക് പോകുന്നതാണല്ലോ അവർ. അപ്പം ആൻറ്റി അടുക്കത്തില്ല. ചില ആൻറ്റിമാരൊക്കെയാണ് ഈ ലോകത്ത് ആദ്യം നരകത്തിൽ പോകാൻ പോണത്. ഒരു സംശയമില്ല കാര്യത്തിൽ. ലൈനടിക്കും, അണ്ടർഗ്രൗണ്ടിനും ഭൂമിയുടെ അടിയിൽ കൂടി കേബിൾ വലിക്കാനും എല്ലാത്തിനും അവതാളത്തിലാക്കാനും എല്ലാ വിശ്വാസത്തിന് വിരുദ്ധമായ ബന്ധം ഉണ്ടാക്കാനും ഒക്കെ കൂടെ നിന്നിരിക്കുന്ന ആന്തിമാരാണ്. ആന്റിമാർക്ക് പണി വരുന്നുണ്ട്. അവറാച്ച സൂക്ഷിച്ചോ. നിങ്ങൾ ദൈവത്തെ മറന്നൊന്നും ചെയ്യരുത്. കർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിലും നിങ്ങൾ തലയിടരുത്. നിങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ല. ഉടമ്പടി ജീവിതം അധികാരത്തിൻ്റെ ജീവിതമാണ്. ഇപ്പോൾ ഈ പ്രേക്ഷിത കണ്ടില്ലേ? അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, എന്താ മോളെ വന്നത്? അപ്പോൾ ഇങ്ങനെ സംഭവം. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊള്ളാം, നിന്നെ കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറയും. കണ്ട തീരുമാനം എന്നെ വരെ കണ്ടില്ലേ? അതാണ് അധികാരം എന്ന് പറയണത്. നിൻ്റെ പ്രസവം ഞാൻ എടുത്തോളാം, പക്ഷെ നീ കുഞ്ഞിനെ കൊല്ലരുത്. കർത്താവിന് അത് ഇഷ്ടമല്ല. നീ കൊലപാതകമായിട്ട് മാറണത്. പിന്നെ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീ ഒരിക്കൽ കൊലപാതകമായി കഴിഞ്ഞാൽ എത്ര കാലത്തെ അനുതാപം കൊണ്ടും സൽപ്രവർത്തനം കൊണ്ടുമാണ് ഇത് നീ വീടാൻ പോണത്. ഇതിനാണ് അധികാരം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ സ്വന്തം അമ്മയും അമ്മായിയമ്മയും എടുക്കാത്ത കുരിശ് അന്യ സ്ത്രീ ഏറ്റെടുക്കുകയാണ്. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ അധികാരം. അവർക്ക് കിട്ടാൻ പോയ അധികാരം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു വ്യക്തി വളരുമ്പോൾ, ഉടമ്പടി വളരുമ്പോൾ ഈ ദൈവത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. എന്താണ് അവളെടുക്കുന്ന ഭാരം? ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ ഭാരമെന്ന് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു. എൻ്റെ ഭാരമെന്ന് പറഞ്ഞിട്ട് ഈശോ എന്താ പറഞ്ഞത്? അത് ലഘുവാണെന്നാണ് പറഞ്ഞത്. കാര്യം എന്താണ്? കർത്താവിൻ്റെ അഭിഷേകത്തോടെ ഒരു ഭാരമെടുത്താൽ
Take the word of God. Hallelujah. Hallelujah, 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 hallelujah. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇവളെന്താ ചെയ്യിക്കണത്? ഈ പ്രേക്ഷിത എന്ത് പറ്റി? അവളെ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ സൃഷ്ടിയായിക്കൊണ്ടിരിക്കുക. കണ്ട, ഈശോയുടെ ഭാരം എന്ന് പറയുന്നത് എന്താ? വായിച്ച് മത്തായി 11:30. മത്തായി 11:30. എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പൊ കർത്താവിന് വേണ്ടി ഒരു ചുമട് എടുത്താല് അത് ദൈവത്തിൻ്റെ അഭിഷേകം ഉള്ളത് കൊണ്ട് ഇവർക്ക് ഭാരം കുറഞ്ഞു കിട്ടും. പ്രേക്ഷിതയ്ക്ക് ഭാരം കുറഞ്ഞു കിട്ടും. അമ്മയ്ക്കും ഇത് ഭാരമാണ്. കാര്യം എന്താ? മാനുഷികമായിട്ടാണ് അവരെടുക്കുന്നത്. അമ്മ സേവയിലെ വരുമാനമാണ് നോക്കിയത്. കാര്യം 10-20,000 രൂപ മാസം കിട്ടുന്നതാണ്. അപ്പോൾ ഒരു കൊച്ചിനെ കൊന്നാലും കുഴപ്പമില്ല, 20,000 രൂപ കിട്ടുമെന്നാണ് അമ്മ കരുതുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ, ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയാണ് അല്ലേ എന്നുള്ളത് ഇതുപോലെ 1-2 അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ ദൈവം അസസ് ചെയ്യണേ. നിനക്കിட்ட പണി തന്നതാണേ. നീ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നാക്ക് നീട്ടി 24 മണി എല്ലാ ദിവസവും വന്ന് കുർബാന സ്വീകരിക്കുമ്പോൾ നീ അല്ല എന്ന് പറയാൻ വേണ്ടി കർത്താവ് നിന്നെ ബ്രാൻഡ് ചെയ്യണതാണ്. ഇതുപോലൊരു കുരിശം കണ്ട് വെച്ച് തരും. അപ്പം നീ എൻ്റെ പെടലി ഓടിയണേ, താഴെ ഇറക്കി വെക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കറന്ന് കാറും. അപ്പം നീ മാറി നിൽക്കാൻ പറഞ്ഞെങ്കിൽ ഈ പണിക്ക് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അതായത് ഇരുന്ന് പവർ പോകും ആൾക്കാർക്ക്. നിങ്ങളുടെ സ്വഭാവം എന്താണോ അത് ദൈവികമല്ലെന്നുണ്ടെങ്കിൽ ഇരുന്ന് പവർ പോകും. അതുപോലെ തന്നെയാണ് ഇരുന്ന് പവർ കൂടണത്. ഈ പ്രേക്ഷിത കണ്ട അവിടെ ഇരുന്ന് പവർ കൂടുകയാണ്. അധികാരം എന്ന് പറയുന്നതാണ് ആധ്യാത്മികതയുടെ ലക്ഷണമെന്ന് പറയണത്. അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ദൈവത്തിന് വേണ്ടി ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നല്ല അധികാരം ഉണ്ടാകേണ്ടതാണ് എല്ലാവർക്കും. ഉടമ്പടി നീലയും വെള്ളയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അധികാരം ഉണ്ടാകുന്ന ചെയ്യുന്നത് പിന്നെയും പേർക്കിടാവിൻ്റെ പരീക്ഷയും പറഞ്ഞുകൊണ്ട് വലിയമ്മമാർ വെള്ള ഉടമ്പടിയായിട്ട് വരികയും. അപ്പം ഞാൻ ചോദിച്ചു, മകളെന്ത് ഈ പേർക്കിടാവിനൊരു അമ്മ ഉണ്ടല്ല, അവൾ ഇന്ന് ഇതിൽ പോയെന്ന് ഉദ്യോഗത്തിന് പോയിരിക്കുകയാണ്. അപ്പം അമ്മാമ്മയുടെ ഉടമ്പടിയിൽ പേരക്കിടാവിന് പരീക്ഷയ്ക്ക് പേപ്പറും കൊണ്ട് വന്നിരിക്കുകയാണ്. അമ്മ കാണാനില്ല. ആ പണ്ടാരെ എൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിക്കും കുമ്പസാരത്തിലത്തെ കൊല്ലമായെന്ന് ചോദിക്കും. ആ സാധനമൊന്നും അതിനില്ലത്. അതിങ്ങനെ ഉദ്യോഗം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ ഉടമ്പടി പോരണത് പോരട്ടെ പറഞ്ഞ് തൂമ്പാ പോലെ അനുഗ്രഹം വെട്ടിയെടുക്കുകയാണ് അമ്മാമ്മനെ കൊണ്ട്. ഈ അമ്മാമ്മമാർക്ക് ഞങ്ങൾ ഉടമ്പടി കൊടുക്കാത്തതിൻ്റെ കാരണം ഇവർ ഇന്നലെ നാളെ പേരക്കിടാങ്ങളെ കാര്യം പറഞ്ഞുകൊണ്ട് വരും. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഉടമ്പടിയിൽ പേരക്കിടാങ്ങൾക്ക് പ്രൊവിഷൻ ഇല്ല കേട്ടോ. അമ്മാമ്മമാർ ആരും ഒരിക്കലും പേരക്കിടാങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം പറയാം. പേരക്കിടാങ്ങളെ പറയാതെ നിങ്ങളുടെ അപ്പനും അമ്മയും ഉണ്ട്. നിങ്ങൾ അമ്മാമ്മയാണ് ഇല്ലേ? അത് എപ്പോഴും ഓർത്തേക്കണം. ഞങ്ങളിതെല്ലാം നോക്കിയാണ് ഈ വിഷയം ചെയ്തിരിക്കുന്നത്. ആധ്യാത്മികമായ വളർച്ച ഉറപ്പ് വരുത്തുന്ന രീതിയിലല്ല ക്രമീകരിക്കണം. അല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ ഒരു മക്കളെയും സമ്മതിക്കത്തില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആദ്യമായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അജി സനേഷ്. ഞാൻ UK നിന്നാണ് വരുന്നത്. നാട്ടിലിവിടെ ചാലക്കുടി, കൊരട്ടി, വാളൂർ ഇടവാംഗമാണ്. ഞാൻ UK 2022 സീനിയർ കെയർ വിസയിലാണ് ആദ്യമായി പോകുന്നത്. അങ്ങനെ 2022 ഞാൻ സീനിയർ കെയർ വിസയിൽ UK അവിടെ ചെന്ന് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കെയറായിട്ടാണ് ആദ്യം വർക്ക് ചെയ്തത്.
6 മാസത്തോളമാണ് ഞാൻ കെയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അവർ എനിക്ക് മെഡിക്കേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് കമ്മ്യൂണിറ്റി ലീഡർ എന്ന പോസ്റ്റ് തന്ന് മെഡിക്കേഷൻ ട്രെയിനിങ് തരികയും ഞാൻ മെഡിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ UK പുതിയൊരു നിയമം വരികയും 1 വർഷത്തോളം കെയർ ഹോമിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ കെയർ ഹോമിൽ നിന്ന് അവർ ഒരു ലെറ്റർ തരികയും എനിക്ക് നേഴ്സാവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് നേഴ്സ് ആക്കാം, അതുകൊണ്ട് അജിയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ NMCയുടെ എൻ്റെ ഓൺലൈൻ സൈറ്റിൽ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. OSCE CBT 2 എക്സാം എനിക്ക് പാസ്സാകാനുണ്ടായിരുന്നു. ഞാൻ OSCE എക്സാം 2023 നവംബറിലാണ് OSCE എക്സാം ആദ്യമായിട്ട് പോയത്. അവിടെ വെച്ചാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് OSCE എക്സാമിന് പോകാൻ നിൽക്കുമ്പോൾ അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അവളുടെ കയ്യിൽ നേർച്ച വസ്തുക്കളുണ്ടായിരുന്നു, അവളെനിക്ക് ഉപ്പ് തരികയും എന്നോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, ഓൺലൈനിൽ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇടണം, അതുപോലെ തന്നെ ഈ ഉപ്പ് കയ്യിൽ കരുതി എക്സാം ഹാളിൽ ചെന്ന് നമ്മൾ എക്സാമിനിരിക്കുമ്പോൾ അതിൻ്റെ ചെയറിൻ്റെ താഴെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഈ ഉപ്പിടുകയും ഈ ഉപ്പിൽ നിന്ന് ഒരു നുള്ളി നെയ്യ് വെള്ളത്തിലിട്ട് കുടിക്കുകയും ചെയ്യുക, ബാക്കിയെല്ലാം അമ്മ മാതാവ് കാത്തുകൊള്ളും. അങ്ങനെ ഞാൻ എക്സാം പോയി. ഞാൻ വിചാരിച്ച് ഞാനെല്ലാം പഠിച്ച് ഞാൻ ക്വാളിഫൈഡ് ആണെന്ന് വിചാരിച്ചു. അവിടെ ചെന്നു. പക്ഷെ എനിക്കൊന്നും തന്നെ എഴുതാനോ പഠിക്കാനോ കിട്ടിയില്ല. എല്ലാത്തിനും ഞാൻ 10 സ്റ്റേഷനും ഫെയിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവരൊരു മോഡൽ എക്സാം എടുത്തു. അതിൽ 6 സ്റ്റേഷൻ ഞാൻ പാസ്സായുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ മിക്കവാറും 10 സ്റ്റേഷനിൽ 5 സ്റ്റേഷനും ഫെയിലായി തിരിച്ചു വരേണ്ടി വരും. ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. ഞാൻ അമ്മ മാതാവിന് എന്നും 5:30 പ്രാർത്ഥന, അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ട് തിരികെ എത്തിച്ച് വെച്ച്. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ ചെന്നു, എക്സാമിനിരുന്നു. ഓരോരുത്തർക്കും ഓരോ സെക്ഷനിലാണ് എക്സാം. എനിക്ക് തന്ന ചെയറിൻ്റെ കീഴിലായി അവൾ തന്ന ഉപ്പിൻ്റെ ഒരു ലേശം ഇടുകയും ബാക്കി ഉപ്പ് എൻ്റെ പോക്കറ്റിലിട്ട് ഞാനത് ഓരോ സ്റ്റേഷൻ കഴിഞ്ഞിറങ്ങുമ്പോഴും ഞാനത് വെള്ളത്തിലിട്ട് കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ 10 സ്റ്റേഷനും കംപ്ലീറ്റായി ഞാൻ തിരിച്ചു വന്നു. എക്സാം എനിക്ക് ടഫായിരുന്നു, വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് വന്നു. എക്സാമിന് 10 സ്റ്റേഷനും ഞാൻ പാസ്സായി. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയായാലും ഇവിടെ വരും, ഉടമ്പടി വന്ന് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 2024 ഞാൻ ഇവിടെ വന്നു, നാട്ടിൽ വന്നു. ഞാൻ എൻ്റെ OSCEയും CBTയും എല്ലാ എക്സാം പാസ്സായി. പക്ഷേ അവർ പിൻ നമ്പറിനെ കുറിച്ച് എനിക്കൊന്നും തന്നെ എന്നോട് പറഞ്ഞില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2024 മെയ് മാസം നാട്ടിൽ വരികയും എൻ്റെ മക്കളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനാണ് വന്നത്. അപ്പോൾ 2 പേരുടെ ആദ്യ കുർബാന സ്വീകരണം നല്ല രീതിയിൽ നടന്നു. അപ്പോൾ ഞങ്ങളെ അച്ഛൻ പറയും പോലെ ചില ആൾക്കാർ ഇവിടെ ടൂറ് പോകുമ്പോൾ കയറുന്ന പോലെ ഞാനും ഇവിടെ വന്ന് കയറി. ഞങ്ങളിവിടെ ടൂറ് പോകാൻ വന്നതാണ്, ബോട്ടിങ്ങിന്. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഇവിടെ വന്ന് കയറിയത്. എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോകാം, പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് വരാൻ പറ്റിയില്ല. ഞാൻ പിന്നമ്മനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. പക്ഷേ ഒന്നും നടന്നില്ല. അവരെന്നോടൊന്നും ഒരു ഉറപ്പും പറഞ്ഞില്ല. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഞാൻ 2024 ഒക്ടോബർ അവസാനമായപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അജി OET എക്സാം എഴുതണം എന്ന് നവംബറിൽ പറഞ്ഞു എന്നോട്. ഞാൻ OET ഇതുവരെ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ടെൻഷനായി പോയി. OET എക്സാം ആകെ ഇനി 1 വർഷം കൂടെ എൻ്റെ മുന്നിലുള്ളൂ. ആ 1 വർഷം കഴിഞ്ഞ് എൻ്റെ OSCEയുടെ വാലിഡിറ്റി തീരും. അതിനുള്ളിൽ എനിക്ക് പിൻ നമ്പർ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ എല്ലാ 3 എക്സാമുകളും വീണ്ടും എഴുതേണ്ടതായിട്ട് വരും. ഞാനപ്പോൾ വീണ്ടും വിചാരിച്ചു OET പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 2024 ഞാൻ OET ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. മാർച്ചിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 2025 ഫെബ്രുവരി 17 രണ്ടും കൽപ്പിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയല്ല. ഞാനതിൽ ഒരുപാട് യൂട്യൂബുകൾ ഞാൻ കണ്ടു, ഓൺലൈനിനെ കുറിച്ച് ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ തിരി ഉണ്ടായിരുന്നു, പക്ഷേ ഉപ്പും തേനും ഉണ്ടായിരുന്നു. തൈലം എൻ്റെ കയ്യിലുണ്ടായാലും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത കാരണം എനിക്കത് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. അവിടെ എനിക്കൊരു മലയാളി സിസ്റ്ററിനെ എനിക്ക് കൂട്ടുകിട്ടി. ആ സിസ്റ്റർ അവിടെ ഒക്ടോബർ മാസത്തിൽ അങ്ങോട്ട് വന്നതാണ്. ആ സിസ്റ്റർ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും എന്നോട് എല്ലാ ദിവസവും പള്ളി വരാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പള്ളി വരികയും 2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 1 മാസത്തിനുള്ളിൽ കുമ്പസാരിക്കാനും തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. നൈറ്റ് ഷിഫ്റ്റിൽ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഞാൻ തിരിവെത്തിച്ച് വെച്ച് കണ്ണീരോടെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു.
ഒന്നെങ്കിൽ ഞാൻ OSCE എഴുതി OET എഴുതി പാസ്സാവണം, അല്ലെങ്കിൽ എനിക്ക് അവർ ലെറ്റർ തന്ന് ഞാൻ നഴ്സാവണം. ഇതായിരുന്നു എൻ്റേത്. കാരണം അവരെല്ലാവരും ഞാൻ മാത്രമായി, ബാക്കി എല്ലാവരും അവർ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി. എന്നെ മാത്രം അവർക്ക് ഒഴിവാക്കാൻ പറ്റാതെ വന്നു. അപ്പം ഞാൻ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവരെന്നോട് പറഞ്ഞു എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ അജി എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാനങ്ങനെ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് അവരുടെ അടുത്ത് ചെന്നു. അവരോട് പറഞ്ഞു ഞാൻ അങ്ങനെ എക്സാം എഴുതിയിട്ടുണ്ട്, ഡേറ്റും പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എക്സാമിന് 2 നല്ല മാർക്കും 2 എനിക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷനായി. 3 കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയും പറയാമായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ മാതാവ് എന്നോട് പറഞ്ഞു പോയി പറയും. ഞാനങ്ങനെ അവരുടെ അടുത്ത് പോയി മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് 2 കിട്ടിയിട്ടുള്ളൂ, 2 ഇതാണ് സ്കോർ എന്നും പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അജിക്ക് മെയിൽ അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ ഒരാഴ്ചയായിട്ട് എനിക്കൊന്നും തന്നെ ഒരു മെയിലും വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീണ്ടും OETക്ക് എക്സാം ഡേറ്റ് എടുക്കാം, വേറെ എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷനുമില്ല. ഞാനങ്ങനെ OETയുടെ എക്സാം 2 എടുത്തു. പക്ഷേ അതിനിടയ്ക്ക് അവരെനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ അയച്ചു, അജി എന്നെ വന്ന് കാണണം, അജിയോട് ഞങ്ങൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ മെയിലിന് റിപ്ലൈ ഞാൻ ഇവിടെ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഉടമ്പടി ധ്യാനങ്ങൾ കഴിയുമ്പോഴാണ് ഓരോരോ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നത്. ഞാനും വിചാരിച്ചു ഒരു ചൊവ്വാഴ്ച എനിക്കും ഉടമ്പടി ധ്യാനം കഴിയുമ്പോൾ എന്നോട് നല്ലൊരു പോസിറ്റീവ് ഒരു ആൻസർ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ബുധനാഴ്ചയാണ് എൻ്റെ എല്ലാ അതും നടന്നു കിട്ടിയത്. എനിക്കൊരു ബുധനാഴ്ചയാണ്. പിറ്റേ ദിവസമാണ് ഞാൻ അവരെ കണ്ടു. അവരെന്നോട് പറഞ്ഞു പിൻ നമ്പറിൻ്റെ കാര്യത്തിലുള്ള പ്രോസസ്സിങ് അജി സ്റ്റാർട്ട് ചെയ്തു, അജി ഇനി എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ പിൻ നമ്പറിൻ്റെ കാര്യങ്ങൾ തുടങ്ങി. വീണ്ടും എൻ്റെ മെയ് മാസമായപ്പോൾ 2025 മെയ്യിൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീർന്നു. 2ാം പ്രാവശ്യം ഞാൻ വീണ്ടും ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല. എപ്പോഴും സൈറ്റിൽ ബ്ലോക്കാണ്, എനിക്കത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, അവിടെയുള്ള സിസ്റ്റർ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സിസ്റ്റർ വെറുതെ എന്നോട് പറഞ്ഞു ചിലപ്പോൾ അജിക്ക് നേരിട്ട് എടുക്കാനായിരിക്കും യോഗം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഓൺലൈനിൽ കിട്ടാത്തതെന്ന്. അങ്ങനെ സിസ്റ്റർ ഒരു ദിവസം എനിക്ക് വാട്സപ്പിൽ അയച്ചു അച്ഛൻ ഓഗസ്റ്റിൽ UK വരുന്നുണ്ട്, ഓഗസ്റ്റ് 6, 7, 8 ദിവസങ്ങളിൽ അച്ഛൻ്റെ ധ്യാനം അവിടെയുണ്ടെന്ന്. ഞാൻ അതിലോകം തന്നെ അത് കയറി ബുക്ക് ചെയ്തു. അങ്ങനെ ആദ്യമായി ഞാൻ ഓൺലൈൻ ഡയറക്റ്റ് ഉടമ്പടി അവിടെ UK അച്ഛനവിടെ വന്ന് അവിടെ നിന്ന് ഞാൻ എടുത്തു. അങ്ങനെ ഉടമ്പടി ഞാൻ പുതുക്കി. വീണ്ടും എൻ്റെ പിൻ നമ്പറിൻ്റെ അത് വീണ്ടും സ്ലോ ആണ്, എൻ്റെ പ്രോസസ്സിങ് മുന്നോട്ട് നീങ്ങുന്നില്ല. ഈ ഉടമ്പടി നമ്മൾ എടുത്തതിന് ശേഷമാണ് വീണ്ടും എൻ്റെ പ്രോസസ്സിങ് സ്പീഡപ്പ് ആയത്. എൻ്റെ ID ചെക്കിങ് എല്ലാം കംപ്ലീറ്റായി. ഞാൻ സാക്ഷ്യം എപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു BEd കഴിഞ്ഞ ഒരു പുള്ളിക്കാരി ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞു ഈ ഓഗസ്റ്റ് 29 എന്ന ഡേറ്റ് കലണ്ടറിൽ ഇങ്ങനെ പൊന്തി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനും ആഗ്രഹിച്ചു ഓഗസ്റ്റ് 29 ഡേറ്റിനായിരിക്കും എനിക്ക് പിൻ നമ്പർ വരുന്നതെന്ന്. ഞാൻ അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 29 തന്നെ എനിക്ക് പിൻ നമ്പർ വന്നു എൻ്റെ മെയിലിൽ. അങ്ങനെ എനിക്ക് പിൻ നമ്പർ ലഭിച്ചു. ഞാൻ ആദ്യത്തെ എൻ്റെ ഉടമ്പടിയിൽ വെച്ച് 6 സാക്ഷ്യങ്ങൾ 5 സാക്ഷ്യം എനിക്ക് 5 ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. പിന്നെ 2ാമത്തെ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു ഞാൻ എൻ്റെ ഒരു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ. എൻ്റെ വീടിൻ്റെ അവിടെ എൻ്റെ വീടൊരു ചെറിയ വീടായിരുന്നു. അപ്പോൾ എനിക്കത് ഒന്ന് പുതുക്കി വലുതാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് 2ാമത്തെ ഉടമ്പടിയിൽ വെച്ചു. പക്ഷേ എനിക്ക് അമ്മ മാതാവ് തന്നത് വേറൊരു സ്ഥലം വാങ്ങി വീട് പണിയാനാണ്. ഞങ്ങൾ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞത്. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 12 സെൻറ്റ് സ്ഥലത്തോളം എനിക്ക് അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഈ സാക്ഷ്യം പറയൽ കുറച്ച് നീട്ടി വെച്ചാലൊന്ന് വിചാരിച്ചതാണ്, ഏപ്രിൽ വരാം എന്ന് കരുതി. പക്ഷേ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾക്ക് അവധിയില്ല, എന്നാൽ പിന്നെ ഏപ്രിലേക്ക് മാറ്റി വയ്ക്കാം. പക്ഷേ അമ്മ മാതാവ് സമ്മതിച്ചില്ല. എൻ്റെ ഹെൽത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് എമർജൻസിയായി നാട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഹെൽത്തൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഇത്രയധികം അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനൊരാൾ നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കൃപാസന പത്രം കിട്ടിയില്ല. ഞാൻ അതിന് പകരമായിട്ട് അച്ഛൻ എപ്പോഴും പറയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് 20% ഉള്ളൂ, ബാക്കി മുഴുവൻ നമ്മുടെ പ്രവൃത്തിയിലാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്. പക്ഷേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ അവിടെ കുറേ ലിമിറ്റേഷൻ ഉണ്ട് UK.
ഞാൻ പക്ഷേ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഫുഡ് ഡൊണേറ്റ് ചെയ്യുന്ന അതിന് നമ്മൾ പൈസയുണ്ട്, അത് ചെയ്യാറുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് അമ്മ വിളിക്കുമ്പോഴൊക്കെ അമ്മയോട് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കുകയോ രോഗികളായി കിടക്കുന്നവർക്ക് കൊടുക്കാൻ പറയാറുണ്ട്. പക്ഷേ പ്രേക്ഷിത പത്രം എനിക്ക് കിട്ടാൻ ഒരു വഴിയുമില്ല. അങ്ങനെയാണ് എൻ്റെ മോൻ കാറ്റിസം പഠിക്കുന്ന അവിടെ നിന്ന് ഒരു ഇംഗ്ലീഷ് പത്രം എനിക്ക് കിട്ടി, കൃപാസന പത്രം കിട്ടി. ആ പത്രത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാനത് എല്ലാവർക്കും കൊടുത്തു, പള്ളിയിലും കൊടുത്തു. പള്ളിയിൽ നിന്ന് ഇംഗ്ലീഷുകാർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും കിട്ടിയ അനുഗ്രഹങ്ങളും പറഞ്ഞ് ഞാൻ അത് കൊടുത്തു. കൃപാസന ഇംഗ്ലീഷ് പത്രം ഞാൻ കൊടുത്തു, പ്രിൻ്റ് ഔട്ട് എടുത്തു കൊടുത്തു. അതുപോരാതെ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷിലുള്ളത് ഫോട്ടോ കോപ്പി ഓൺലൈനിൽ കയറിയെടുത്തു. അതുപോലെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഓൺലൈനിൽ, അതും എടുത്ത് രണ്ടും കൂടെ ആക്കി ഞാനൊരു സൈഡിൽ കൃപാസന മാതാവിൻ്റെത് വെച്ച് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നടന്ന് എല്ലായിടത്തും കൊടുത്ത്. എൻ്റെ പിൻ നമ്പറിൻ്റെ കാര്യം പ്രോസസ്സിങ് ഡിലേ ആകുമ്പോഴൊക്കെ ഞാൻ ഇത് വീണ്ടും ഫോട്ടോ കോപ്പി എടുത്ത് ഞാനിങ്ങനെ ഓരോ സ്ഥലത്തോടെ ഇങ്ങനെ നടന്ന് ഞാൻ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി. എൻ്റെ കയ്യിൽ എപ്പോഴും കൃപാസന മാതാവിൻ്റെ ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ട്. ഈ കൊന്തയും ചൊല്ലി ഞാൻ എന്നും പ്രാർത്ഥിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോ കോപ്പി എടുത്ത് എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവിടെ കുറേ ഇംഗ്ലീഷുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ പേരൊക്കെ വാങ്ങിക്കും, കുറേ പേരൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ രജിസ്ട്രേഷന് വേണ്ടി ഒരു ലോൺ അപ്ലൈ ചെയ്തിരുന്നു. ആ ലോണിന് എപ്പോഴും തടസ്സങ്ങളായിരുന്നു. ഞാൻ ലാസ്റ്റ് ഗോൾഡ് ഇത് വെച്ചിട്ടാണ് ഞാൻ സ്ഥലം രജിസ്ട്രേഷൻ എടുത്തത്. പക്ഷെ ലോൺ എന്നിട്ട് റെഡി ആവുന്നില്ല. എവിടെ പോയാലും ഞാൻ ഈ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ എക്സാം ഹാളിലായാലും ഏത് ഓഫീസിൽ ചെന്നാലും ഞാൻ ഈ വെഞ്ചരിച്ച ഉപ്പിട്ട് ഈ കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഇന്നലെ എനിക്ക് ലോൺ പാസ്സായി കിട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ആദ്യമൊക്കെ തടസ്സങ്ങളുണ്ട് എങ്കിലും പക്ഷേ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു തടസ്സവും കൂടാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. വെഞ്ചരിച്ച വസ്തുക്കൾക്ക് അത്രയും വെഞ്ചരിച്ച ഉപ്പിന് വളരെ ശക്തിയുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു, പക്ഷേ കുർബാനയ്ക്ക് കൂടിയിരുന്നില്ല. അതിന് അമ്മ മാതാവ് അയച്ചായിരിക്കാം എൻ്റെ ആ സിസ്റ്റർ വഴിയാണ് എന്നോട് പറഞ്ഞത്, ഞാൻ നൈറ്റ് ഡ്യൂട്ടി, നീ നൈറ്റല്ലേ ചെയ്യും, നിനക്ക് അപ്പോൾ കുർബാനയ്ക്ക് നിന്നിട്ട് പോകാമല്ലോ. ഞാനങ്ങനെ കുർബാന സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും അച്ഛനെ കാണാനും അച്ഛനോട് പ്രാർത്ഥന സഹായങ്ങൾ പറയാനും അച്ഛന് കൃപാസനത്തെക്കുറിച്ചും എല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ മാക്സിമം 1 മാസം കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആത്മീയമായി വളരാനും എനിക്ക് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജില്ല എന്നാണ്. എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ പുറത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അവിടുന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. എൻ്റെ കയ്യിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു റിസപ്ഷനിലൊക്കെ ജോലി ചെയ്യുന്നൊരു കുട്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് എൻ്റെ കൈയുടെ ഈ ഞൊട്ട ഒടിക്കുകയെന്ന് അറിയത്തില്ലേ, അങ്ങനെ ഒടിച്ചു. അപ്പം ഒരു വേദന വന്നു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ വേദന ഒന്നും മാറുന്നില്ല. അപ്പം നമ്മൾ പോയൊരു എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോഴത്തേക്കും അതിൽ എല്ലിലൊരു ട്യൂമർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞൊട്ട ഒടിച്ചപ്പോഴത്തേക്കും എല്ലൊടിഞ്ഞു പോയി. അപ്പോൾ ആ കുട്ടി അത് ഒരു ഞൊട്ട ഒടിച്ചുകൊണ്ടാണ് നമ്മൾ അത് ഒരു ട്യൂമർ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞത്. ഇല്ലെങ്കിൽ ട്യൂമർ വളരെ ചെറുതായിരുന്നു, ഇല്ലെങ്കിൽ അത് ഫുള്ള് ബോണിലൊക്കെ പടർന്നു കയറിയിട്ട് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അപ്പം ചെറിയ സ്റ്റേജിൽ തന്നെ അറിഞ്ഞു. ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ വന്ന് അച്ഛനടുത്തൊക്കെ പ്രാർത്ഥിച്ചു. അപ്പം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കാലേന്ന് എല്ലെടുത്ത് കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാലേന്ന് എല്ലെടുത്ത് കയ്യിലൊക്കെ വെച്ച് ബയോപ്സി റിസൾട്ട് വന്നു. നമ്മൾ ക്യാൻസർ ആണെന്നും പറഞ്ഞാണ് വന്നത്. റിസൾട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഇത് ട്യൂമറാണ്, പക്ഷെ ക്യാൻസർ അല്ല, അങ്ങനത്തെ ഒരു റിസൾട്ടാണ് നമുക്ക് വന്നത്. അപ്പം അമ്മ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും കിട്ടിയ ഉടമ്പടി തൈലം, ഉപ്പ്, ഇതെല്ലാം ഞാൻ ഈ സമയത്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1.5 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജോലിക്ക് തിരിച്ചുപോയി. അവിടെ തിരിച്ച് ചെന്ന് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, ഈ വിരൽ ഇനി അനങ്ങത്തില്ല. അപ്പം ഞാനൊരു നേഴ്സാണ്, ഇപ്പം എനിക്ക് ആ വിരൽ അനങ്ങണം. പക്ഷേ എനിക്ക് ജോലിക്ക് കയറിയിട്ടും ഇത് അനങ്ങാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്നും വൈകിട്ട് ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു, എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. അപ്പം
ഒരു 20 ദിവസം കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കയ്യിൽ ഇങ്ങനെ ഒരു മുഴ പോലെ വന്നു. അപ്പം ഒരു ഡോക്ടറെ അടുത്ത് ഞാൻ ചെന്നു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എക്സ്റേ എടുത്തു. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് സർജറിയൊക്കെ ചെയ്തതിൻ്റെ ഈ ബ്ലഡ് ഇതൊക്കെ വന്നിരിക്കുന്നതാണ്, അത് പൊട്ടിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ നിന്നൊന്നെങ്കിലും അങ്ങനെ അത് പൊട്ടിക്കണ്ട, ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പോയി ഒരു MRI എടുത്തു. MRI എടുത്തപ്പോഴത്തേക്കും അത് നേരത്തെ ഉണ്ടായിരുന്ന അതേ ട്യൂമർ ആ സ്കിന്നിൽ വളർന്നു വരുന്നതായിട്ട് ഉള്ള ഇതാണ് കണ്ടത്. അപ്പം നമ്മൾ വീണ്ടും ഇവിടെ നാട്ടിൽ വന്നു, പിന്നെ ഇവിടെ വന്നു, പിന്നെ അച്ഛനെ കണ്ടു, എല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ എല്ലാ ഡോക്ടർമാരും നമ്മളിവിടെയുള്ള അത്യാവശ്യമുള്ള എല്ലാ ഡോക്ടർമാരും കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു വിരലിനി മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ഡോക്ടറെ അടുത്ത് പറഞ്ഞ് നമ്മൾ പോയപ്പോഴത്തേക്ക് ആ ഡോക്ടർ എന്നെ ആദ്യം എന്നെ വിരൽ കണ്ടപ്പോഴേ പറഞ്ഞു ഇത് നമുക്ക് മുറിച്ച് കളയുന്നു. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് ഇനി മുറിപ്പിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇത് മുറിക്കണ്ട, നിങ്ങൾ ഓപ്പറേഷൻ ഒന്ന് നോക്ക്, ഇത് തുറന്നൊന്ന് നോക്ക്, എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് സർജറി ചെയ്യാനായിട്ട് അവർ ഡേറ്റ് ഒക്കെ തന്നു. ഉടമ്പടി വസ്തുക്കൾ എൻ്റെ പിന്നെ അമ്മ എനിക്കെല്ലാം തന്നിട്ട്, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണെങ്കിലും പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, ഉപ്പിട്ട് വെള്ളം കുടിക്കുക എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു സർജറിയുടെ സമയത്ത് എനിക്ക് പൂർണ്ണമായിട്ട് മയക്കിയിട്ടില്ല, കൈ മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു മുറിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് കയറിയത്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു പിന്നെ തുറന്ന് നോക്കിയിട്ട് എന്താന്ന് നോക്കട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്കും നേരത്തെ വന്ന പോലെ തന്നെ ട്യൂമറുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇപ്പം മുറിക്കണ്ട, നമുക്കിതിൻ്റെ റിസൾട്ട് വന്നിട്ട് മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പം റിസൾട്ട് ഒരാഴ്ച കൊണ്ട് വരും, അത് കഴിയുമ്പോഴത്തേക്കും മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലവും പത്രവും ഒക്കെ വെച്ച്. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ പത്രം ഇങ്ങനെ തുറന്നു നോക്കി ഞാനിങ്ങനെ മനസ്സ് വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഇങ്ങനെ ഒരു അസുഖം സുഖപ്പെടുത്തിയതായിട്ടുള്ളൊരു ഇതെനിക്ക് തരണേന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനത് തുറന്നെടുത്ത ആദ്യ സാക്ഷി ഞാൻ കണ്ടത് എന്നാന്ന് വെച്ചാൽ കാല് മുറിച്ച് മാറ്റാൻ പറഞ്ഞ ഒരാൾക്ക് കാല് മുറിച്ച് മാറ്റണ്ട എന്നൊരു സാക്ഷിയാണ് ഞാനത് കാണുന്നത്. അന്നേരം ഞാൻ ആ സാക്ഷ്യത്തിന് ഇത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഓൾറെഡി ഈ കാലേന്ന് എല്ലെടുത്ത് വെച്ചിരിക്കുവാണ് കയ്യിൽ. അപ്പോൾ അതിൻ്റെ ആ ചുറ്റു പരിസരങ്ങളിലെല്ലാം ഈ ട്യൂമർ വന്നിട്ടുണ്ട്. ആ എല്ലയിലും കൂടെ ട്യൂമർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ അതായത് ഈ വിരലെടുത്ത് മാറ്റണം, വിരൽ മുറിച്ച് കളയണം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും ഉണ്ട്, അതായത് ഈ കൈയുടെ ആ വന്ന ഭാഗത്തെല്ലാം ഉണ്ട്, പക്ഷേ ആ എല്ലേ മാത്രം വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ വിരൽ ഇനി മുറിച്ച് മാറ്റണ്ട, ഇത് സുഖമായിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കൊന്ത ചെല്ലുമ്പോൾ വൈകിട്ട് ജപമാല ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ മാതാവ് എന്തെൻ്റെ വിരൽ അനങ്ങാത്ത എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ സർജറി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കിപ്പോൾ എൻ്റെ വിരലും അനക്കാം. ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ കൈയുടെ വിരലും എല്ലാം അനക്കാൻ പറ്റും, കൈ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. അപ്പം എനിക്ക് മാതാവ് തന്നൊരു അനുഗ്രഹമായിട്ട്, അതായത് ഏറ്റവും വലിയ ഞങ്ങളുടെ കുടുംബത്തിനൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഇത് സർജറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്താണ് എനിക്ക് OET ഒക്കെ കിട്ടിപ്പോയത്. അപ്പോൾ ഞാൻ ന്യൂസിലൻഡിൽ പോയിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല. അവിടുന്ന് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ എനിക്ക് ദുബൈയിൽ ജോലി കിട്ടി. എന്നിരുന്നാലും നമ്മൾ വേറൊരു സ്ഥലത്ത് ജോലി ആഗ്രഹിച്ചു പോയിട്ട് അത് കിട്ടിയില്ല. ഈ സർജറി നടന്ന് അത് ഇതിൻ്റെ ബയോപ്സിയൊക്കെ വേണ്ട റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ആദ്യം ഒരു തവണ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഓസ്ട്രേലിയ പോകണമെന്നാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്. അന്ന് അപ്പോൾ ഓസ്ട്രേലിയ പോകണമെന്നുണ്ടെങ്കിൽ OETക്ക് നല്ല സ്കോർ വേണം. എനിക്കത് അന്ന് മനസ്സിൽ വെറുതെ വന്നതാണ് ഓസ്ട്രേലിയ എന്നുള്ളത്. നമ്മളങ്ങനെ പോകുമെന്ന് വെച്ചില്ല, ഞാനത് മറന്നുപോയി. പക്ഷെ മാതാവ് അത് ഓർത്തിരുന്നെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ സർജറിയുടെ സമയത്ത് എനിക്ക് അങ്ങോട്ടുള്ള ഇൻ്റർവ്യൂ പാസ്സായി, എനിക്കവിടെ ജോലി കിട്ടി, ഓസ്ട്രേലിയ ഗവൺമെൻറ്റിൽ ജോലി കിട്ടി. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ കയ്യിൽ ഇങ്ങനെയൊക്കെ വന്നിരിക്കുവാണ്, ഇപ്പം അവർ നമ്മളെ ജോലിക്ക് എടുക്കുമോ എന്നറിയത്തില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് വരിക എന്നുള്ള, അത് ട്രീറ്റ്മെൻ്റ് അല്ല, ഇപ്പോൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നോളുക എന്നുള്ള ഇതിലാണ് അവരെനിക്കിപ്പം മറുപടി തന്നിരിക്കുന്നത്. അപ്പോൾ അതും എനിക്ക് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ പുറത്തോട്ട് പോകുന്നതിൻ്റെ പ്രോസസ്സിങ് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ ബ്ലഡിൻ്റെ റിപ്പോർട്ട് ഈ സെറോളജി നോക്കുമ്പോഴത്തേക്കും ഈ കോർ ആൻറ്റിബോഡി ഒരെണ്ണം പോസിറ്റീവായിട്ട് വന്നു. അന്നേരം അപ്പം ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല, എനിക്ക് വിഷമമായി, നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ലല്ലോ.
അപ്പം അന്ന് ഈ PCC പോലീസ് ക്ലിയറൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകണം. അപ്പം ഞാൻ ഓർത്തു, എന്തിനാ ഇനിയിപ്പോൾ പോലീസ് ക്ലിയറൻസ് ഒക്കെ എടുക്കാൻ പോകണേ, എന്താണെങ്കിലും ബ്ലഡ് റിപ്പോർട്ട് ഇങ്ങനെ വന്ന് ഇനി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആലപ്പുഴയിലാണ് PCC എടുക്കാൻ പോകുന്നത്. തിരിച്ചു വന്ന വഴിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ പറയുവാണ്, ഒന്ന് കൃപാസനത്തിൽ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം എനിക്ക് ഇവിടുന്ന് മാതാവ് തന്നു ഓയിറ്റിയാണ്, അപ്പോൾ അത് വെറുതെ പോകത്തില്ല എന്നെനിക്കൊരിതുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഇറങ്ങി പ്രാർത്ഥിച്ച് ബസ്സിൽ കയറി തിരിച്ച് അന്ന് ജോലി ചെയ്യുന്നുണ്ട്, ജോലി സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിന് പറയാം, ഒന്നും കൂടെ അത് നോക്ക്, ഒന്നും കൂടെ ഇതൊന്ന് നോക്ക്, ബ്ലഡ് ഒന്ന് നോക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം തന്നെ അവിടെ ഇറങ്ങി തൊട്ടടുത്ത ലാബിൽ തന്നെ ടെസ്റ്റിന് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ജോലിക്ക് കയറി. ഞാൻ തിരിച്ച് ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു. അതായത് ഇന്നലെ പോസിറ്റീവായിരുന്നത് 24 മണിക്കൂറിന് മുമ്പ് നെഗറ്റീവായിട്ട് വലിയൊരു വാല്യൂവിൻ്റെ വ്യത്യാസത്തിൽ, അതായത് പോയിൻ്റ് കിടന്നത് 988 പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നത്. അത് അടുത്ത റിസൾട്ട് വന്നപ്പോഴത്തേക്കും അത് വെറും 0.2 നോർമലായിട്ടുള്ള ഇതിൽ വന്നു. എൻ്റെ ജീവിതത്തിൽ മാതാവ് ഒരുപാട് നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ അനിയന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, വിദേശ ജോലി കിട്ടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഈ കാലയളവിനുള്ളിൽ സാധിച്ചു കിട്ടി. അമ്മയാണെങ്കിൽ ഞാനാണെങ്കിൽ നമ്മളിവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ക്യാൻസറിൻ്റെ വാർഡിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന അക്രൈസ്തവരായിട്ട് ആൾക്കാരോടെല്ലാം ഞാൻ കൃപാസനത്തിൽ നിങ്ങൾ വരണം, ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള, അതായത് നമ്മളെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇതിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ പത്രം മേടിച്ചു കൊടുക്കുകയും പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഈ ഹോസ്പിറ്റലിൽ പാവപ്പെട്ടവരായിട്ട് വരുന്നവർക്കൊക്കെ നമ്മളാലാവുന്ന വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഇപ്പം എൻ്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് മനസ്സമാധാനം പോകും. എൻ്റെ കുടുംബത്തിന് സമാധാനം തന്നത് മാതാവാണ്. എൻ്റെ ഈ സാക്ഷ്യം ഇവിടുത്തെ ദൈവമഹത്വത്തിനായിട്ട് ഞാൻ ഏറ്റുപറയുന്നു.